നിർമ്മൽ യാദവ് സത്യത്തിൽ ഇതുമായിട്ട് നേരിട്ട് ബന്ധപ്പെട്ട ആളല്ല. സംഭവം ഉണ്ടായെന്ന് വെച്ചാൽ നിർമ്മൽ യാദവ് ആണെന്ന് തെറ്റിദ്ധരിച്ച് നിർമ്മൽജിത്ത് കൗർ എന്നു പേരുള്ള മറ്റൊരു ജഡ്ജി അതേ കോടതിയിലുണ്ടായിരുന്നു. അവരുടെ വീട്ടിൽ ഒരാൾ ഒരു പ്ലാസ്റ്റിക് കടലാസിൽ പൊതിഞ്ഞ് കുറച്ച് സംഖ്യ എത്തിച്ചു. സംഭവം നോക്കുമ്പോൾ വെച്ചാൽ ഒരു 15 ലക്ഷം രൂപയുണ്ട്. ഇത് നിർമ്മൽജിക്ക് തരാനാണ് എന്ന് പറഞ്ഞ് ആരും കൊടുത്തയച്ചാണ്. ഈ നിർമ്മൽജിത്ത് കൗർ വളരെ നിർമ്മലയായ ഒരു മഹതിയാണ്. അവരപ്പം തന്നെ പോലീസിനെ വിളിച്ചു. പോലീസ് ഇയാളെ പിടിച്ചു. ആരാണ് കാശ് കൊടുത്തയച്ച് എന്ന് ചോദിച്ചപ്പോൾ അവിടെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായിരിക്കുന്ന ഒരു സഞ്ജയ് ബൻസാൽ എന്ന് പറഞ്ഞ ഒരു മഹാനാണ് പൈസ കൊടുത്തയച്ചത്. പിന്നെ അദ്ദേഹത്തെ വിശദമായി ചോദ്യം ചെയ്യപ്പോഴാണ് സംഗതി പുറത്തു വന്നത്. നേരത്തെ നിർമ്മൽ യാദവ് കേസ് അനുകൂലമായി വിധിച്ച ചില കക്ഷികൾ ഉദ്ദിഷ്ട കാര്യസഹായത്തിന് ഉപകാര സ്മരണ എന്ന മട്ടിൽ കൊടുത്തയച്ചാണ് ഈ 15 ലക്ഷം. ഇതിൻ്റെ ആദ്യ ഗഡു നേരത്തെ കൊടുത്തിരുന്നു. രണ്ടാം ഗഡു കേസ് ജയിച്ചതിന് ശേഷം കൊടുക്കുകയുണ്ടായി. ആ രണ്ടാം ഗഡുവുമായിട്ടാണ് ഇയാളുടെ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലിൻ്റെ സേവകൻ അവിടെ എത്തിയത്. അദ്ദേഹത്തിന് ആൾ മാറിപ്പോയി. നിർമ്മൽ യാദവാണ് എന്ന് തെറ്റിദ്ധരിച്ച് നിർമ്മൽജിത്ത് കൗറിൻ്റെ വീട്ടിലാണ് കൊണ്ടുകൊടുത്തത്. കൗറിന് ആ കവർ യഥാർത്ഥ ഉടമസ്ഥയെ കണ്ടുപിടിച്ച് അങ്ങോട്ട് കൈമാറിയാൽ മതിയായിരുന്നു. അവർ പക്ഷേ നേരസ്ഥ തെളിയിക്കാൻ വേണ്ടി ഇത് പോലീസിൽ അറിയിച്ചു. പോലീസുകാർ 2 ആഴ്ച മുമ്പ് അന്വേഷിച്ചു. അത് കഴിഞ്ഞ് CBIക്ക് കൈമാറി. CBIക്കാരാരെ മക്കൾ അവർ അന്വേഷിച്ച് പോയി. അന്വേഷണം നിർമ്മൽ യാദവിലെത്തി. അപ്പോൾ വലിയ കൂളറൊക്കെ ഉണ്ടായി. അത് കഴിഞ്ഞ് സുപ്രീം കോടതി ഇടപെട്ട് ഈ നിർമ്മൽ യാദവ് എന്ന് പറഞ്ഞ മഹതിയെ ഉത്തരാഖണ്ഡിലേക്ക് മാറ്റി. നിർമ്മൽജിത്ത് കൗറും സംശയത്തിൻ്റെ ആ ഒരു മേലങ്കിൽ തന്നെയായിരുന്നു. അവർ രാജസ്ഥാനിലേക്ക് മാറ്റി. ഈ 2 സ്ത്രീകളെ 2 സ്ഥലത്തേക്ക് മാറ്റിയപ്പോൾ സുപ്രീം കോടതിക്ക് ചെറിയൊരു സമാധാനം കിട്ടി. CBI അന്വേഷിച്ച് അവസാനം കേസില്ല എന്ന് പറഞ്ഞ് റിപ്പോർട്ട് കൊടുത്തു. ആ കോടതി അതിൻ്റെ അകത്ത് കുറ്റപത്രം കൊടുത്ത് മടക്കി. കേസ് നിൽക്കില്ല എന്ന് പറഞ്ഞു. പിന്നെ CBI ജഡ്ജി അത് മടക്കി രണ്ടാമത് അന്വേഷിച്ചു. ഒടുവിൽ സുപ്രീം കോടതി അത് പ്രസിഡന്റ് ഓഫ് ഇന്ത്യക്ക് അയച്ചു. പ്രസിഡന്റ് ഇവരെ പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ട് സാങ്ഷൻ കൊടുത്തു. പ്രോസിക്യൂട്ട് ചെയ്യാനായിട്ട് അനുമതി കൊടുത്തത് എന്നാണ് 2011 ആണ്ടിൽ നിർമ്മൽ യാദവ് റിട്ടയർ ചെയ്യുന്നതിൻ്റെ അന്ന്. റിട്ടയർ ചെയ്ത് പോകുന്ന ദിവസം പ്രോസിക്യൂഷണൽ സാങ്ഷൻ ഡൽഹിയിൽ നിന്ന് വരികയാണ്. അങ്ങനെ കുറ്റാരോപിതയായി 2011 തൊട്ട് ഈ യാദവ സ്ത്രീ ഇങ്ങനെ കോടതി കയറി ഇറങ്ങി നടക്കുക. അങ്ങനെ നടന്ന് 2025 മാർച്ച് 29 കേസ് വിധി. ആ കേസിൽ നിർമ്മൽ യാദവിനെതിരായി ഉന്നയിച്ചിരുന്ന ആരോപണങ്ങൾ തെളിയിക്കാൻ CBIക്ക് കഴിഞ്ഞില്ല എന്നാണ് സ്പെഷ്യൽ ജഡ്ജി കണ്ടെത്തിയിരിക്കുന്നത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.